ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് ഓയിലോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. റവയും പാലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നല്ലൊരു മധുരമുള്ളൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞു പോവരുത്, ഇതിൻ്റെ കളറ് കൂടുതലായിട്ടൊന്ന് മാറിപ്പോവരുത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങേൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു 1.5 കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ തേങ്ങയൊക്കെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ചൂടുകൊണ്ട് വീണ്ടും ഒന്ന് റോസ്റ്റായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇനി ആ ഒരു പാൻ തന്നെ ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണെങ്കിലും ജസ്റ്റ് 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. റവ ഇതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ആ വറുത്തൊരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സമയം വരെ നമുക്കിത് വറുത്തെടുക്കണം. ചെറിയ തരികളോട് കൂടിയിട്ടുള്ള റവ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റവയൊക്കെ നല്ലപോലെ റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം ഇതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. വലിയ തരികളോട് കൂടിയിട്ടുള്ള റവയൊക്കെയാണെങ്കിൽ കുറച്ചധികം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെയൊക്കെ പാൽ ആവശ്യം വരും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ തരികളോടുള്ള റവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 1 കപ്പ് പാൽ മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ അടി പിടിക്കില്ല. നമ്മൾ സാധാരണ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ള 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1 കപ്പ് റവക്ക് 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവക്ക് അനുസരിച്ചായിരിക്കും പാലിൻ്റെ അളവൊക്കെ, ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ കുറവൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ മുഴുവനായിട്ടും പാൽ ചേർത്തപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ റവ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ റവയൊക്കെ നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലൊരു ബൗളിലേക്കാണ് കേട്ടോ ഞാനിത് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കയ്യിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ, അതായത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ലെവലിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മധുരം ഉണ്ടാവുക. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അതുപോലെ നല്ല പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിതിൽ 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ആ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ. ഇത് ചെറിയൊരു ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും. ആദ്യം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചെറിയ രീതിയിലൊരു ഹാർഡായിട്ട് തോന്നും. 2-3 പ്രാവശ്യം കുഴക്കണോടുകൂടെ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കുഴക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് 2-3 പ്രാവശ്യം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല.
അപ്പോൾ അത് നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണം. എന്നാലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഏത് ഷേപ്പിലാണോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ. ബോൾസ് പോലെ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, സ്ക്വയർ ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കണ്ട ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. ഒരുപാട് വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലെ ചെറിയ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഒരു സമയത്ത് കയ്യിലൊട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്തതാണ്. ഇനി നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കയ്യിലൊട്ട് ഒട്ടാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ വെച്ചിട്ട് നമ്മൾ ഇതേ അളവിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഒരു ഒട്ടലുണ്ടാവണം. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്താൽ മതി. ഒരു നൂൽ പരുവല്ലേ, അങ്ങനെയൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ട് ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ അതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കണം. തിളച്ച ഉടനെ തന്നെ ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ഇത് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ആ ഒട്ടുന്ന ഒരു പരുവം വരുമല്ലോ, ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതായത് ഒരു പഞ്ചസാര ലൈന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്നാക്സ് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ചതിന് ശേഷം വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാനും. ഇതിപ്പോൾ ഒരു തവണ ഇട്ട് കൊടുക്കാനുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവേ, അതായത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ചൂടായതിൻ്റെ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പഞ്ചസാരപ്പാനി 1/4 ഭാഗത്തോളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ ഇതൊന്നിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരപ്പാനി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ റവയുടെ മിക്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പഞ്ചസാരപ്പാനിയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ നമ്മൾ പഞ്ചസാരപ്പാനി തയ്യാറാക്കിയ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏലക്കപ്പൊടി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് ആ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഏകദേശം 1/4 ഭാഗത്തോളം പഞ്ചസാരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. ഇനി ഈ തേങ്ങ റോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇത് നമ്മൾ പാനിൽ നിന്ന് ഓരോന്ന് എടുക്കുമ്പോൾ അപ്പം ചെയ്യണം കേട്ടോ, ചൂടോടുകൂടെ തന്നെ. തണുത്ത് കഴിഞ്ഞാൽ ഒരു പഞ്ചസാരപ്പാനി നല്ലപോലെ ഒന്ന് കട്ടിയായിട്ടിരിക്കും ഇതിന് മുകളിൽ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ളത് തണുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാരപ്പാനി ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തേങ്ങ സ്പ്രെഡ് ചെയ്യണമെന്ന് നിർബന്ധമല്ല കേട്ടോ. ഇത് കാണാനൊരു ഭംഗി ഉണ്ടാകും, കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. ഇതില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പാലും റവയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഒരു തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.